ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മളൊരു ഡേ ഇൻ മൈ ലൈഫായിട്ടാണ് വന്നേക്കണത്. അപ്പോൾ ഇന്ന് എനിക്ക് എക്സാം ഉള്ളൊരു ഡേ ആണ്. അപ്പോൾ ആ ഒരു ദിവസത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു 4:15 ആയപ്പോഴും ഞാൻ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ സമയം 4:45 കഴിഞ്ഞിട്ടുണ്ട്. അപ്പോഴേക്കും പോയി ഫ്രഷൊക്കെ ആയി സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത്തിരി നേരം ഇരുന്ന് പഠിക്കണം ഗൈസ്. പഠിച്ചിട്ട് എന്താ കുറച്ചൊന്ന് പഠിക്കണം. എക്സാം നമുക്ക് 7:30 നമുക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങണം. ഇപ്പം 4:30, 5:30, 6:30, 7:30 3 മണിക്കൂർ നമുക്ക് ഇനി ഒന്ന് റിവിഷൻ ചെയ്യാനുണ്ട്. പക്ഷേ റിവിഷൻ ഒന്നും പറയാൻ പറ്റില്ല കേസ്, കാരണം ഞാൻ പഠിച്ചിട്ടില്ല. അപ്പോൾ ഇനി കുറച്ച് നേരമൊക്കെ പഠിക്കണം. അത് കഴിഞ്ഞ് നമുക്ക് 7:30 ആകുമ്പോഴേക്കും വീട്ടിൽ നിന്ന് ഇറങ്ങണം. കാരണം നമുക്ക് സെൻറ്റർ കുറച്ച് ദൂരെയാണ്. അപ്പം ഇവിടുന്ന് 7:30 ഇറങ്ങിയാലാണ് നമുക്ക് 8:30 ആകുമ്പോഴേക്കും അവിടെ എത്തുള്ളൂ. ദെൻ 9:30 എക്സാം. അപ്പം അങ്ങനെയാണ്. നമുക്കപ്പോൾ എന്തായാലും വീഡിയോയിലേക്ക് എടുക്കാം. അപ്പോൾ ഇതാ പഠിത്തം തുടങ്ങിയിട്ടുണ്ട് ഗൈസ്. ഒരു 5:30 ആയപ്പോഴാണ് കറക്റ്റ് പഠിച്ച് തുടങ്ങിയത്. അതുവരെ നല്ല രീതിക്ക് ഉറക്കം വരുന്നുണ്ടായിരുന്നു കേട്ടോ. ആ ഉറക്കം അങ്ങോട്ട് വിട്ട് മാറുന്നുണ്ടായിരുന്നില്ല. പിന്നെ അതിൻ്റെ തലേന്നൊക്കെ നമുക്ക് പെരുന്നാളിൻ്റെ തിരക്കൊക്കെ ആയതുകൊണ്ട് ബുക്കൊന്നും തൊടാൻ പറ്റിയിട്ടില്ല ഗൈസ്. പിന്നെ ഇന്ന് കാലത്തും ഇന്നലെ രാത്രിയൊക്കെ ഇരുന്നാണ് എന്തെങ്കിലുമൊക്കെ നോക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ നോക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒട്ടും പ്രിപ്പയർഡ് അല്ലാണ്ട് പോയി എഴുതിയൊരു എക്സാം ആയിരുന്നു ഗൈസ് അത്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് പോയി പ്രയറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ വീണ്ടും പഠിത്തം തന്നെ സ്റ്റാർട്ട് ചെയ്തു. നമ്മളൊരു 5:30 ആയപ്പോഴാണ് ശരിക്കും പഠിച്ച് തുടങ്ങിയത്. അതുവരെ ഒരു ഉറക്കത്തിൻ്റെ ആ ഒരു ലെവലിൽ ഇങ്ങനെ നിൽക്കായിരുന്നു. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് വെച്ച് ചായയൊക്കെ ഇട്ട് വന്നു. പിന്നെ ചായയൊക്കെ കുടിച്ച് അങ്ങനെ വീണ്ടും പഠിത്തമൊക്കെ കണ്ടിന്യൂ ചെയ്ത് ഒരു 7:30 വരെയൊക്കെ ഒരു 7 മണി വരെയൊക്കെ ഞാൻ അങ്ങോട്ട് ഇരുന്ന് ഗൈസ് പഠിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ 7 മണി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ടൈമില്ല, വേഗം തന്നെ റെഡിയായി പോകാനുള്ള സമയം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പഠിത്തമൊക്കെ കഴിഞ്ഞു ഗൈസ്. അപ്പോൾ നമുക്കിനി സമയമില്ല. 7:40 ബസ്സിന് പോകണം. ഇപ്പോൾ 7:05 കഴിഞ്ഞ്. അപ്പോൾ ഇനി കുളിക്കണം, ഫ്രഷ് ആവണം, ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത്. അപ്പോൾ ഗൈസ് ഞാൻ കുളിച്ച് ഫ്രഷായി റെഡി ആയിട്ട് വരാം ഗൈസ്. എന്നിട്ട് നോക്കാം, ഓക്കെ? അല്ലെങ്കിൽ എൻ്റെ സമയം പോകും ഗൈസ്. ഇപ്പം തന്നെ 7:10 കഴിഞ്ഞു. അരമണിക്കൂർ പോലും ഇല്ല ഗൈസ്. അങ്ങനെ ഒട്ടും സമയമില്ലാണ്ട് പെട്ടെന്ന് തന്നെ പോയി റെഡി ആയിക്കെ വന്നിട്ടുണ്ട് ഗൈസ്. പിന്നെ വേഗം തന്നെ ചായ ഒക്കെ കുടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ വേഗം തന്നെ റെഡിയായി ചായ അടിക്കാൻ വേണ്ടി വന്നപ്പോഴേക്കും ഉമ്മച്ചി പുട്ടും പപ്പടമൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് പുട്ടും പപ്പടമാണ് ഗൈസ്. അപ്പോൾ അത് കഴിക്കാൻ വേണ്ടി ഇരുന്നിട്ടാ. അങ്ങനെ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഞാൻ സാധാരണയൊക്കെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ അത്യാവശ്യം നന്നായിട്ട് ലേറ്റ് ആവാറുണ്ട് ക്ലാസ്സിലൊക്കെ പോകുമ്പോൾ. പക്ഷേ ഇപ്പോൾ എക്സാം ആയതുകൊണ്ട് നമുക്ക് നേരത്തെ പോകണം. അപ്പോൾ അതിനായിട്ട് ധൃതി പിടിച്ച് ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എക്സാമിനൊക്കെ നമ്മൾ ക്ലാസ്സിൽ ചെല്ലുമ്പോൾ കറക്റ്റായിട്ട് നമ്മളൊരു നേരത്തെ ചെല്ലണം. അപ്പോൾ അതല്ലെങ്കിൽ നമുക്ക് ഭയങ്കര ടെൻഷനായിരിക്കും അല്ലേ. അപ്പോൾ ഞങ്ങൾ ക്ലാസ്സിലൊക്കെ എത്തുമ്പോഴേക്കും എക്സാമിനൊക്കെ എത്തുമ്പോഴേക്കും ഏകദേശം ഒരു മണിക്കൂർ മുമ്പ് എന്തെങ്കിലും ഞങ്ങളവിടെ എത്തും. അപ്പോൾ നമുക്ക് റിലാക്സ് ചെയ്ത് പോകാൻ പറ്റുള്ളൂ, അവിടെ എക്സാമിന് കയറാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളിനി പൊയ്ക്കൊണ്ടിരിക്കേണ്ട വീട്ടിൽ വാപ്പിച്ച് എന്നെ ബസ് സ്റ്റോപ്പിലേക്ക് ആക്കി തരാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോവാണ്. അങ്ങനെ നമ്മൾ ബസ് സ്റ്റോപ്പിൽ ചെന്നു. അത്യാവശ്യം നല്ല രീതിക്ക് പോസ്റ്റായിരുന്നു ഗൈസ്, കാരണം ഇന്ന് ബസ് കുറച്ച് വൈകിയാണ് വന്നത്. അങ്ങനെ നമ്മൾ ബസ്സിന് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കുകയാണ് ഗൈസ്. അപ്പോൾ 2 പിള്ളേർ ക്ലാസ്സിൽ പോകാനും പിന്നെ ഒരു ചേച്ചിയും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. സാധാരണ ഈ ടൈമിലൊന്നും അങ്ങനെ ഞങ്ങൾ ക്ലാസ്സിൽ പോലില്ല, ഞങ്ങൾക്ക് ഉച്ചക്കൊക്കെയാണ് ക്ലാസ്. പിന്നെ അപ്പോഴേക്കും ബസ്സൊക്കെ വന്നു, നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പോയി ഏകദേശം കുറച്ചധികം നേരം കഴിഞ്ഞപ്പോഴാണ് ഗൈസ് സീറ്റൊക്കെ കിട്ടിയത്. പിന്നെ അവിടെ ഇരുന്ന് കുറച്ച് നേരം പാട്ടൊക്കെ കേട്ട് റിലാക്സ് ചെയ്ത് പോകണം. എക്സാമിന് പോകണം ഗൈസ്, പാട്ടൊക്കെ കേട്ട് പോവാണ്. അങ്ങനെ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഒരു മണിക്കൂറോളം നമുക്ക് ട്രാവലിംഗ് ഉണ്ട് ഗൈസ്. അങ്ങനെ നമ്മളിരുന്ന് ഏകദേശം കോളേജൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ SNM കോളേജ് മാലിയങ്കരയിലാണ് നമുക്ക് എക്സാം ഉണ്ടായിരുന്നത് കേട്ടോ. അങ്ങനെ അവിടെ ചെന്ന് അപ്പോഴേക്കും ഫ്രണ്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ 2 പേരും കൂടി ഞങ്ങളുടെ ഹോൾ എവിടെയാണെന്ന് നോക്കാം കേട്ടോ. എക്സാം എഴുതാനുള്ള ഹോള് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആക്ച്വലി ഞങ്ങളാണ് ഫസ്റ്റ് കോളേജിൽ എത്തിയത് ഗൈസ്. ആരും വന്നിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾക്ക് നല്ല രീതിക്ക് സമയം ഉണ്ടായിരുന്നു. ഏകദേശം 1 മണിക്കൂറിന് മുമ്പ് എക്സാമിന് 1 മണിക്കൂർ മുമ്പ് ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങളിങ്ങനെ ഓരോ കഥകളൊക്കെ പറഞ്ഞിങ്ങനെ പോവാണ്. എക്സാമിനൊന്നും പഠിച്ചിട്ടില്ല കേട്ടോ. ഞങ്ങൾ 2 പേരും അങ്ങനെ കാര്യമായിട്ടൊന്നും നോക്കിയിട്ടില്ല. കാരണം എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നതും എല്ലാം പെട്ടെന്നായിരുന്നുകൊണ്ട് നമുക്കങ്ങനെ കാര്യമായിട്ടുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള പഠിത്തമൊന്നും നടന്നില്ല. എല്ലാം ഒരു തട്ടിക്കൂട്ടായിട്ടാണ് നിങ്ങൾ വന്നിരിക്കുന്നത് കേട്ടോ. പിന്നെ നമ്മൾ ഒരു മുലക്ക് പോയി ഇരിക്കാമെന്നൊക്കെ വിചാരിച്ച് അങ്ങനെ നടന്ന് പോവാണ്. അങ്ങനെ ഒരു മുലക്ക് പോയിരുന്ന് ബുക്കൊക്കെ ഇങ്ങനെ മറിച്ചൊക്കെ നോക്കി. പിന്നെ നമുക്ക് അപ്പോഴേക്കും ടൈം ആയിട്ടുണ്ടായിരുന്നു കേട്ടോ എക്സാമിന് കയറാൻ വേണ്ടി. അപ്പം ഞങ്ങൾ പോവാണ്. പിന്നെ അവിടെ ചെന്നിട്ട് എക്സാമിന് കയറുന്നതും ഇറങ്ങണമെന്ന് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല ഗൈസ്. പിന്നെ അപ്പോഴേക്കും തിരക്കൊക്കെ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ എക്സാം എല്ലാം കഴിഞ്ഞ് നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എക്സാമിൻ്റെ ക്ഷീണം മാറ്റാൻ വേണ്ടി നമ്മൾ അടുത്തുള്ള ഒരു കടയിൽ പോയി ഷേക്കൊക്കെ കുടിച്ച് നമ്മൾ വേഗം തന്നെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു.
അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. അതുവരെ ടാറ്റാ.